കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിന് അനുമതിയില്ല. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് അനുമതി നിഷേധിച്ചത്. സ്ഥലത്തെത്തിയ SPG സംഘം സ്ഥിതി വിലയിരുത്തിയ ശേഷമാണ് തീരുമാനമെടുത്തത്. പുൽവാമയിൽ കൊല്ലപ്പെട്ട വസന്തകുമാറിന്റെ വീട് സന്ദർശിക്കാനായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്താനിരുന്നത്. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ അനുമതി നിഷേധിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സുരക്ഷാ ഏജൻസി ഇവിടെ സ്ഥലം സന്ദർശിച്ചത്. ഇന്ന് സ്ഥലം സന്ദർശിക്കുകയും ഇവർ പ്രത്യേക യോഗം ചേരുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ ഈ സാഹചര്യം ഭീഷണി, അതായത് മാവോയിസ്റ്റ് ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള SPGയുടെ യോഗം കൽപ്പറ്റയിൽ ചേർന്നത്. നമുക്കറിയാം, പുൽവാമയിൽ വീരമൃത്യു വരിച്ച ഹാവിൽദാർ VV വസന്തകുമാറിന്റെ വീട്, അതായത് ലക്കിടിയിലെയും അതുപോലെ തന്നെ തൃക്കൈപ്പറ്റയിലെയും വീടുകൾ സന്ദർശിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൃക്കൈപ്പറ്റയിലെ വീട് മാത്രം, കുടുംബ വീട് മാത്രം സന്ദർശിച്ചാൽ മതിയെന്ന് ആയിരുന്നു തീരുമാനം. എന്നാൽ വയനാട് ജില്ലയിൽ എവിടെയും തന്നെ സന്ദർശിക്കാനുള്ള അനുമതി നൽകാനാവില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ SPG യോഗം ചേർന്ന ശേഷം അറിയിച്ചിരിക്കുന്നത്. രേണുക, ഈ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ഒക്കെയും ചൂണ്ടിക്കാട്ടിയാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? തീർച്ചയായും ആ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം മാവോയിസ്റ്റുകൾ പ്രതികാരം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ ഇന്റലിജൻസ്, കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസും വിവരം നൽകിയിരുന്നു. കാരണം ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് വെടിയേൽക്കുകയും ചെയ്തെന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ള സംഘങ്ങൾ, അതായത് ഈ മാവോയിസ്റ്റ് CPI മാവോയിസ്റ്റ് പ്രവർത്തകർ വയനാട് തന്നെ ഇപ്പോഴും വയനാടും കോഴിക്കോടും കണ്ണൂരിന്റെയും അതിരിടുന്ന വനമേഖലയിൽ എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ വിലയിരുത്തലാണ് ഇന്റലിജൻസിന്റെ, അതുപോലെ തന്നെ മറ്റുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം നിഷേധിച്ചിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്റെ വീട് അവിടെയാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ വയനാട്ടിലേക്ക് എത്താനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്ക് മാത്രമായിരിക്കുമോ ഇത്തരമൊരു വിലക്ക്, അതോ ഈ ഭീഷണിയുടെ നിഴലിൽ മറ്റ് നേതാക്കൾക്ക് കൂടി, ഇനി സന്ദർശനം ആഗ്രഹിക്കുന്നവർക്ക് കൂടി അത് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? രേണുക, അത്തരത്തിൽ Z+ കാറ്റഗറി പ്രൊട്ടക്ഷനാണ് സാധാരണ നിലയിൽ നൽകുന്നത് ഇത്തരത്തിലുള്ള നേതാക്കൾക്ക്. അതിപ്പോ രാഹുൽ ഗാന്ധി ആയാലും മറ്റേതെങ്കിലും ഒരു നേതാവായാലും എല്ലാവർക്കും ഒരു പക്ഷേ ഇത് ബാധകമാവാനാണ് സാധ്യത. അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളവർക്ക് ഒരു കാരണവശാലും അനുമതി ലഭിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും കാണാനില്ല. വിനേഷ് കുമാറാണ് വിവരങ്ങൾ. രണ്ട് വഴിക്കോ രണ്ടില.